സാധാരണ ഒരു ബോക്സർ എത്രത്തോളം കഷ്ടപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ അവൻ്റെ ഫിസിക്ക് എങ്ങനെയായിരിക്കും ആ ഒരു പഞ്ച് ഗോതയൊക്കെ കാണൂലേ ആ ഒരു സ്റ്റൈൽ ഫിലിമാണ് കൊള്ളാം. വില്ലൻ വേറെ ലെവൽ. അത് ചെറിയൊരു ഗോതയിൽ ഒരു ടച്ച് ഉണ്ടായിരുന്നു. സാധാരണ ഒരു ബോക്സർ എത്രത്തോളം കഷ്ടപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ അവൻ്റെ ഫിസിക്ക് എങ്ങനെയായിരിക്കും ആ ഒരു പഞ്ചിങ്, കാരണം ആ കൈ പിടിക്കുന്നതിലായാലും പഞ്ചിങ് എല്ലാത്തിലും നമുക്കൊരു മൂവ്മെൻറ്റ്സ് പോലും ഒരു കാല് വെക്കുന്ന സ്റ്റെപ്പ് പോലും ആക്ച്വലി നമുക്കത് ഫീൽ ചെയ്തു. സാധാരണ അതെ 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 ഉറപ്പായിട്ടും വന്നിട്ടുണ്ട്. അതെ, മേക്കിങ്ങിൽ നമുക്ക് ഇപ്പം നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു എമൗണ്ടിലായിരിക്കില്ല മേക്കിംഗ് വന്നിരിക്കുന്നത്, പക്ഷേ നമുക്കത് കുറച്ചുകൂടി ഹൈ ആയിട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ ഒരു ചേരിയിൽ നിന്ന് തുടങ്ങി സംഭവം ചെന്ന് നിൽക്കുന്ന ഒരു തുടക്കം ഒടുക്കമുണ്ടല്ലോ, അത് ഭയങ്കര എന്താ പറയുക, അത് ഭയങ്കര രസമുണ്ട്. അത് ഇതിൻ്റെ കൂടെ ഒരു ടച്ചിങ്ങിൽ അതൊരു വലിച്ചു പോലെ തോന്നി. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, ഈ ബോക്സിങ്ങിൻ്റെ മാത്രം ഒരു സ്റ്റോറി ആയിരുന്നെങ്കിൽ ഇത് വേറെ ലെവൽ വന്നേനെ. അതിനകത്ത് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനും ഫാമിലി ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു വലി വന്നിട്ടുണ്ട്. അതായത് ഫാമിലിയെ ത്രൂ ഔട്ട് വലിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഇത് വേറെ ലെവലിലൊരു സാധനം വന്നിരുന്നെങ്കിൽ, ഇപ്പോൾ മാർക്കോയിലൊക്കെ ഒത്തിരി നമുക്കറിയാം ചില സിനിമകളിൽ ഇപ്പോൾ ഫാമിലി ഇമോഷൻ കണക്ട് ചെയ്യാതെ ചില സാധനങ്ങൾ പോകും, ഒരേ ഒരു ത്രെഡിൽ പിടിച്ചു പോകും. ഇപ്പോൾ ബോക്സിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫൈറ്റും കാര്യങ്ങളും വേറെ ലെവലിലൊരു മസ്റ്റ് വാച്ചാണ്, അത് ഇഷ്ടപ്പെടും. പിന്നെ ഫാമിലിയും കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടായിരിക്കാം. നല്ല നന്നായിരുന്നു, നല്ലതായിരുന്നു. രസമുണ്ടായിരുന്നു, ഫൈറ്റ് രസമുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ നല്ല ഒരു എൻ്റർടൈനർ ആയിരുന്നു, രസമുണ്ടായിരുന്നു. എടുത്തു പറയുകയും ചില ഡയലോഗ്സ് ഇങ്ങനെ നമ്മളിങ്ങനെ ഓർത്തിരിക്കുന്ന പോലത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. സൈജു കുറുപ്പിൻ്റെ പെർഫോമൻസ് ഭയങ്കര രസമുണ്ടായിരുന്നു. പെപ്പെ നല്ല സ്ക്രീൻ പ്രസൻസ്, പിന്നെ പെപ്പയും വില്ലനും തമ്മിലുള്ള കോമ്പിനേഷൻസ് ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഒരു ആവറേജ് മൂവി. പിന്നെ ആൻ്റണി വർഗീസിൻ്റെ വളരെ നല്ലൊരു പെർഫോമൻസ് സിനിമയുണ്ട്. പുള്ളി അതിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. പുള്ളിയുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ആയാലും പുള്ളിയുടെ ഒരു ബോക്സിങ് പഠിച്ചായാലും ആ ഒരു ലെവലിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ ഒരു ആവറേജ് ആയാലും ഇപ്പം പ്രത്യേകിച്ച് നമുക്ക് സ്പോർട്സ് മ്യൂസിയത്തിലൊക്കെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ, പ്രത്യേകിച്ച് ടുവേഴ്സ് എന്തെങ്കിലുമൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്, അത് ഈ സിനിമയിൽ മിസ്സിങ് ആണ്. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സിനിമ വളരെ കുറേ കൂടെ നന്നായിട്ട് എന്ന് പറയാൻ പറ്റുമായിരുന്നു. പോസിറ്റീവായ പിന്നെ ആൻ്റണി വർഗീസിൻ്റെ പെർഫോമൻസ് അത് തന്നെയാണ് പോസിറ്റീവ്. പിന്നെ മൊത്തത്തിലൊരു സിനിമ ഒരു ആവറേജ് മൂവി, ഒരു കണ്ടിരിക്കാം. പിന്നെ പ്രത്യേകിച്ച് സ്പോർട്സുമായിട്ട് ബോക്സിങ് താല്പര്യമുള്ളവർക്ക് കുറേ കൂടെ ഇത് മനസ്സിലാവുമെന്ന് തോന്നുന്നു. കുറേ കൂടെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് നല്ല തിയേറ്ററല്ല, അപ്പോൾ പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും കുഴപ്പമില്ല. ഇത് പിന്നെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയായിട്ടും തോന്നിയില്ല. സാധാരണ നമുക്ക് അല്ലാതെ കണ്ടാലും മതി. പിന്നെ കാണുന്നുള്ളവർക്ക് തീർച്ചയായിട്ടും വന്ന് കാണാം, കാരണം പുള്ളിയുടെ ഒരു വെറൈറ്റി പെർഫോമൻസ് അല്ലേ ആൻ്റണി വർഗീസിൻ്റെ, കാണാം. പടം വഹിച്ച് പടം നല്ല പടം, നല്ല പണിയെടുത്തിട്ടുണ്ട്. അത് ടെക്നിക്കലാണെങ്കിലും അഭിനയമാണെങ്കിലും നല്ല രസമുണ്ട്. നമ്മൾ ഈ സിനിമ കഥ എന്ന് പറഞ്ഞ് നോക്കി സ്റ്റോറി ഇല്ല, പക്ഷേ സ്പോർട്സ് ഡ്രാമയ്ക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, പക്ഷേ പിടിച്ചിരുത്താനുള്ള കഥയുണ്ടെന്നാണ്. നല്ല രസമുണ്ട്. പുള്ളി നന്നായിട്ട് പണിയെടുത്തുണ്ട്, നല്ലതായിട്ട്. കാരണം എല്ലാവരും പുള്ളി ഒരു എല്ലാ ഇടി ആ ഒരു സംഭവം എല്ലാവരും പ്രതീക്ഷന് വരുന്നത്, പ്രതീക്ഷിച്ചതിന് നല്ല ഉള്ളതുണ്ട്. കാരണം ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ക്ലൈമാക്സ് പ്രതീക്ഷിക്കും, ലാസ്റ്റ് ടൈലുണ്ട്. എനിക്കത് എല്ലാവരും പ്രതീക്ഷിക്കുക ഇങ്ങനൊരു സംഭവം അതല്ല, നമുക്ക് മനസ്സിലാവും അങ്ങനെയാണ്. കാരണം എല്ലാ സിനിമ ഒരേപോലെ ശരിയാവില്ല, ആ ഒരു സംഭവം എന്തായാലും കൊള്ളാം. അത് സംഭവം പറഞ്ഞപ്പോൾ സ്പോയിലർ പോകും, പക്ഷേ വെറും പൊളിയാണ്. പക്ഷേ ബീജം വേറെ മീൻസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയും കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. കൊള്ളാം, പക്ഷേ അത്ര ഇതില്ല. പക്ഷേ മീൻസ് കൊള്ളാം, പക്ഷേ പിടിച്ചിരുത്തണ ഒരു സാരിയില്ല. ചില ഏരിയാസ് എന്തോ പോലെ. അടിപൊളി, സൂപ്പർ, ഒന്നും പറയല്ല. ഫൈറ്റൊക്കെ വെറും അടിപൊളി. അജഗജാന്തരത്തിന് ശേഷം ഒരു നൈസായിട്ട് ക്ലീൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നല്ലേ കേട്ടില്ല, കണ്ടു നോക്കിയത്, കാരണം ആ ഒരു സസ്പെൻസ് പോകണ്ട. അടിപൊളിയാണ്. നല്ല പടമായിരുന്നു. ഇടിയൊക്കെ അടിപൊളിയായിരുന്നു. ഫൈറ്റ് എടുത്തു പറയാൻ ഫൈറ്റ് തന്നെ, ഫൈറ്റ് അടിപൊളിയായിരുന്നു. ബോക്സിങ് പെപ്പ ചെയ്തതെല്ലാം അടിപൊളി വേഷമായിരുന്നു. ക്ലൈമാക്സ് കൊള്ളായിരുന്നു. എടുത്തു പറയാൻ ഫൈറ്റ് തന്നെയായിരുന്നു. കഥയുണ്ട്. RDXന്റെ ഒരു ഇത് അത് ചെറിയൊരു ഗോതയിൽ ഒരു ടച്ച് ഉണ്ടായിരുന്നു. ശരി, കൊള്ളാം, അടിപൊളി. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ആദ്യം തുടക്കത്തിൽ കുറച്ച് ഫൈറ്റൊക്കെ അടിപൊളി. RDXന്റെ കുഴപ്പമില്ല, ബോക്സിംഗ്
ആ അവസാനത്തെ ക്ലൈമാക്സ് ആ ചെറിയ കൊള്ളാം, കുഴപ്പമില്ല. അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. ആ കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. ആ കൊള്ളാം, കൊള്ളാം, നല്ല പടമാണ്. അത്ര ഇല്ല, എന്നാൽ കൊള്ളാം, കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന പടം. അത്രയൊന്നുമില്ല. കൊള്ളാം കൊള്ളാം നല്ല ഫിലിമാണ് കൊള്ളാം. നമ്മുടെ ഗോതയൊക്കെ കാണൂലേ, ആ ഒരു സ്റ്റൈൽ ഫിലിമാണ്. കൊള്ളാം. സൂപ്പർ, ഒരു രക്ഷയില്ല, അടിപൊളി. ഫൈറ്റൊക്കെ ഹെവി ഹെവി. നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ആക്ഷൻ, ഇമോഷൻസ്, ഫാമിലി, എവറിത്തിങ് വാസ് ഗുഡ്. പിന്നെ സൈജു കുറുപ്പ് ഭയങ്കര നല്ലായിരുന്നു. പെപ്പെ ഭയങ്കര നല്ലായിരുന്നു. നല്ലായിരുന്നു, നല്ലായിരുന്നു. വില്ലൻ വേറെ ലെവൽ. രണ്ടുപേരും അടിപൊളിയായിരുന്നു. പെപ്പെ ആക്ടിങ് വൈസ് റിയലി ഗുഡ്. മോ ഭയങ്കര പ്രസന്റ്, ഭയങ്കര കിഡ്ലെസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു, നല്ലായിരുന്നു, വെരി ഗുഡ്.